PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പത്മ പുരസ്കാരങ്ങൾ. അപ്പോൾ പത്മ പുരസ്കാരങ്ങൾ 2024 ഇന്നലെ രാത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ജേതാക്കൾ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും കാലത്ത് 6 മണിക്കാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോട്ട്ബുക്കും പെന്നും കരുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോട്ട്ബുക്കും പെന്നും എടുക്കുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക, ഡെയിലി റിവിഷനും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ കാലത്ത് 10 മണിക്ക് നമ്മൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ടും, ഉച്ചയ്ക്ക് 1 മണിക്ക് PSCയുടെ ഹോട്ട് ടോപ്പിക്സും, രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ലൈവ് ആയിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും കണ്ട് പ്രയോജനപ്പെടുത്തുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ടെലിഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് നമ്മൾ ഒരുപാട് എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സജഷൻസ് കമന്റ് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് പത്മ പുരസ്കാരങ്ങൾ 2024 കടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം പത്മ പുരസ്കാരങ്ങൾ ഇത്തവണ 2024 മൊത്തം എത്ര പേർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ടോട്ടലായിട്ട് 132 പേർക്കാണ് ലഭിച്ചത്. പത്മ പുരസ്കാരങ്ങൾ 2024 എത്ര പേർക്ക് ലഭിച്ചു? 132 പേർക്കാണ് ലഭിച്ചത്. അതിൽ പത്മവിഭൂഷൺ ലഭിച്ചത് 5 പേർക്കാണ് കേട്ടോ. പത്മവിഭൂഷൺ 5 പേർക്കും 17 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു. പത്മഭൂഷൺ എത്ര പേർക്കാണ് ലഭിച്ചത്? 17 പേർക്ക് ലഭിച്ചു. ദെൻ പത്മശ്രീ ലഭിച്ചത് 110 പേർക്കാണ്. പത്മശ്രീ ലഭിച്ചത് 110 പേർക്ക് കേട്ടോ. 5 പേർക്ക് പത്മവിഭൂഷൺ, 17 പേർക്ക് പത്മഭൂഷൺ, 110 പേർക്ക് പത്മശ്രീ. അങ്ങനെയാണ് ടോട്ടൽ 132 പത്മ പുരസ്കാരങ്ങൾ. അപ്പൊ അതില് പ്രത്യേകത 8 പേർ മലയാളിയാണ്. പത്മ പുരസ്കാരങ്ങൾ നേടിയവരിൽ 8 പേർ മലയാളികളാണ്. അതിൽ 6 പേർക്ക് പത്മശ്രീയും 2 പേർക്ക് പത്മഭൂഷണുമാണ് ലഭിച്ചിട്ടുള്ളത്. 6 പേർക്ക് പത്മശ്രീയും 2 പേർക്ക് പത്മഭൂഷണുമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ആ 8 പേരെയും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ബാക്കിയുള്ളവരെയും കൂടെ ഞാൻ പറഞ്ഞു തരാം, അതും പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഇന്നലെ പ്രഖ്യാപിച്ചതേ ഉള്ളൂ, പെട്ടെന്നായതുകൊണ്ട് നമ്മൾ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം പത്മവിഭൂഷൺ ആണ്. പത്മവിഭൂഷൺ 5 പേർക്കാണ് ലഭിച്ചത് എന്ന് പറഞ്ഞു. ആരൊക്കെയാണ് ആ 5 പേർ? ആദ്യം ശ്രീമതി വൈജയന്തി മാലാബാലി. ശ്രീമതി വൈജയന്തി മാലാബാലി കലാവിഭാഗമാണ്, തമിഴ്നാട് സ്വദേശിയാണ്. ശ്രീ വൈജയന്തി മാലാബാലി കലയാണ്, തമിഴ്നാട് വിഭാഗം. അടുത്തത് ശ്രീ കോണി ഡേല ചിരഞ്ജീവി. ചിരഞ്ജീവി എല്ലാവർക്കും അറിയാലോ, കലാവിഭാഗം, ആന്ധ്രാപ്രദേശാണ് സ്ഥലം, ആന്ധ്രാപ്രദേശ്. ശ്രീ M വെങ്കയ്യ നായിഡു. ശ്രീ M വെങ്കയ്യ നായിഡു പൊതുപ്രവർത്തനം, പൊതുകാര്യങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ്, ആന്ധ്രാപ്രദേശാണ് സ്വദേശം. ദെൻ ശ്രീ ബിന്ദേശ്വർ പഥക് കേട്ടോ. ശ്രീ ബിന്ദേശ്വർ പഥക് സാമൂഹിക പ്രവർത്തനം വിഭാഗത്തിലാണ് ലഭിക്കുന്നത്, ബീഹാർ സ്വദേശിയാണ്, ബീഹാർ. ശ്രീമതി പത്മ സുബ്രഹ്മണ്യം. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ആരൊക്കെയാണ്? എല്ലാവരെയും ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീമതി പത്മ സുബ്രഹ്മണ്യം കലാവിഭാഗത്തിലാണ്, തമിഴ്നാടാണ്, അത് ഓർത്തിരിക്കുക. ചിരഞ്ജീവി ഓർത്തിരിക്കുക, കലാവിഭാഗം, ആന്ധ്രാപ്രദേശ്. ശ്രീ M വെങ്കയ്യ നായിഡു ഇമ്പോർട്ടൻ്റ് ആണ്, പൊതുകാര്യങ്ങൾ, ആന്ധ്രാപ്രദേശ്, ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇവരാണ് 5 പേർ. പത്മവിഭൂഷൺ ലഭിച്ച 5 പേർ ആരൊക്കെയാണ്? ശ്രീമതി വൈജയന്തി മാലാബാലി, ശ്രീ കോണി ഡേല ചിരഞ്ജീവി, ശ്രീ M വെങ്കയ്യ നായിഡു, ശ്രീ ബിന്ദേശ്വർ പഥക്, ശ്രീമതി പത്മ സുബ്രഹ്മണ്യം. ഓക്കെ, അപ്പൊ പത്മവിഭൂഷൺ ലഭിച്ച 5 പേരായിട്ടുണ്ട്. ഇനി പത്മഭൂഷൺ. പത്മഭൂഷൺ ലഭിച്ചത് എത്ര പേർക്കാന്ന് പറഞ്ഞു? 17 പേർക്കാണ്. അതിൽ 2 പേർ മലയാളികളാണ്. പത്മഭൂഷൺ ലഭിച്ചതിൽ 2 പേർ മലയാളികളാണ്. ആ 2 പേരെ ആദ്യം പറയാം. ആദ്യത്തേത് ഫാത്തിമ ബീവി. ഓക്കെ, പത്മഭൂഷൺ ലഭിച്ച ആദ്യത്തെ മലയാളി ഫാത്തിമ ബീവി ആണ്. അവർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത്, മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത്. രണ്ടാമത് O രാജഗോപാൽ. O രാജഗോപാലാണ് ലഭിച്ചത്. ഇവർ 2 പേരാണ് പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ. ഒന്ന് ഫാത്തിമ ബീവി, മരണാനന്തര ബഹുമതി. 2 O രാജഗോപാൽ. അപ്പൊ ആദ്യം തന്നെ 2 പേരെ മലയാളികളെ പഠിച്ചില്ലേ. ഇനി ബാക്കി 15 പേരുണ്ട്, അവരുടെ പേരുകൾ നമുക്ക് നോക്കാം.
അപ്പോൾ ആദ്യം നമ്മൾ ഫാത്തിമ ബീവി ഇതേവിടെ കിടപ്പുണ്ട്, നമ്മൾ പറഞ്ഞതാണ്. ഇനി ബാക്കി 15 പേരെ നോക്കാം. ശ്രീ ഹോർമുസ്ചി എൻ കാമ. ശ്രീ ഹോർമുസ്ചി എൻ കാമ സാഹിത്യവും വിദ്യാഭ്യാസവും എന്ന് പറയുന്ന ഭാഗമാണ്. മഹാരാഷ്ട്രയാണ് സ്ഥലം, മഹാരാഷ്ട്ര. ദെൻ ശ്രീ മിഥുൻ ചക്രവർത്തി കലാവിഭാഗമാണ്. പശ്ചിമ ബംഗാളാണ് കേട്ടോ സ്ഥലം, പശ്ചിമ ബംഗാൾ. ശ്രീ മിഥുൻ ചക്രവർത്തി കല, പശ്ചിമ ബംഗാൾ. സീതാറാം ജിൻഡാൽ, സീതാറാം ജിൻഡാൽ വ്യാപാരവും വ്യവസായവും എന്ന് പറയുന്ന വിഭാഗമാണ്. കർണാടകയാണ് പ്ലേസ്, കർണാടക. ഇനി ശ്രീ യങ് ലിയു, ശ്രീ യങ് ലിയു വ്യാപാരവും വ്യവസായവുമാണ്. തായ്വാനാണ് സ്ഥലം, തായ്വാൻ. ശ്രീ അശ്വിൻ ബാലചന്ദ് മേത്ത മെഡിസിൻ വിഭാഗമാണ് കേട്ടോ, അശ്വിൻ ബാലചന്ദ് മേത്ത മെഡിസിൻ വിഭാഗമാണ്, മഹാരാഷ്ട്ര. ഓക്കെ, അപ്പോൾ ഈ മെഡിസിൻ ഒക്കെ നമ്മൾ നമ്മുടെ മേത്തൊക്കെ തേക്കാനായിട്ട് ഉപയോഗിക്കും എന്നുള്ള രീതിയിലൊക്കെ ഓർത്താൽ മതി. മേത്ത് തേക്കും, മേത്ത. ശ്രീ അശ്വിൻ ബാലചന്ദ് മേത്ത മെഡിസിൻ, മഹാരാഷ്ട്ര. ഇനി ശ്രീ സത്യബ്രത മുഖർജി പൊതുകാര്യങ്ങളാണ്. പശ്ചിമ ബംഗാളാണ് സ്ഥലം. ഓക്കെ, പശ്ചിമ ബംഗാൾ. ഇനി ശ്രീ റാം നായിക് പൊതുകാര്യങ്ങൾ, മഹാരാഷ്ട്രയാണ് സ്ഥലം കേട്ടോ. ശ്രീ റാം നായിക് പൊതുകാര്യങ്ങൾ, മഹാരാഷ്ട്ര. ദെൻ ശ്രീ തേജസ് മധുസൂദൻ, ശ്രീ തേജസ് മധുസൂദൻ പട്ടേൽ എന്താണ്, മരുന്ന് അല്ലെങ്കിൽ മെഡിസിൻ വിഭാഗമാണ്. നമുക്കിങ്ങനെ ഓർക്കാം, മധു എന്ന് പറഞ്ഞാൽ തേനാണ് അല്ലേ. അപ്പോൾ ഈ തേനൊക്കെ നമ്മൾ മരുന്നായിട്ട് യൂസ് ചെയ്യത്തില്ലേ, മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യത്തില്ലേ, അങ്ങനെ ജസ്റ്റ് ഓർക്കാം. ശ്രീ തേജസ് മധുസൂദൻ പട്ടേൽ മെഡിസിൻ ആണ്, ഗുജറാത്ത് ആണ് പ്ലേസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 9 പേരെ നമുക്ക് ഒന്നുകൂടെ നോക്കാം, അതിനുശേഷം ബാക്കിയുള്ളവരെ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം എം ഫാത്തിമ ബീവി പറഞ്ഞു, കേരളത്തിൽ നിന്നാണ്, പൊതുകാര്യങ്ങൾ. ശ്രീ ഹോർമുസ്ചി എൻ കാമ സാഹിത്യവും വിദ്യാഭ്യാസവും. ശ്രീ മിഥുൻ ചക്രവർത്തി കലാവിഭാഗത്തിലാണ്. ശ്രീ സീതാറാം ജിൻഡാൽ വ്യാപാരവും വ്യവസായവും. ശ്രീ യങ് ലിയു വ്യാപാരവും വ്യവസായവും. അശ്വിൻ ബാലചന്ദ് മേത്ത മെഡിസിൻ. ശ്രീ സത്യബ്രത മുഖർജി പൊതുകാര്യങ്ങൾ. ശ്രീ റാം നായിക് പൊതുകാര്യങ്ങൾ. ശ്രീ തേജസ് മധുസൂദൻ പട്ടേൽ മെഡിസിൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ വരുന്നത് ശ്രീ ഓലഞ്ചേരി രാജഗോപാൽ, നമ്മൾ പറഞ്ഞു കിട്ടിയ മലയാളിയാണ് അല്ലേ, പത്മഭൂഷൺ ലഭിച്ച മലയാളി, പൊതുകാര്യങ്ങൾ വിഭാഗത്തിൽ കേരളത്തിൽ നിന്നും ലഭിച്ചു. ഒ രാജഗോപാൽ. ഇനി 10 പേരായിട്ടുണ്ട്. ബാക്കിയുള്ള 7 പേർ, മൊത്തം 17 പേരാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവരെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ശ്രീ ദത്താത്രേയ് അംബാദാസ് മായലിയു എന്ന രാജദത്ത കേട്ടോ, ദത്താത്രേയ് അംബാദാസ് മായലിയു എന്ന രാജദത്ത കലാവിഭാഗമാണ്, മഹാരാഷ്ട്രയാണ് പ്ലേസ്. ഇനി ശ്രീ ടോഗ്ദാൻ റിംബോച്ചെ, ശ്രീ ടോഗ്ദാൻ റിംബോച്ചെ മറ്റുള്ളവ ആത്മീയത എന്ന വിഭാഗമാണ്, ലഡാക്ക് ആണ് പ്ലേസ്. ശ്രീ പ്യാരേലാൽ ശർമ്മ വിഭാഗം ഏതാണ്, കലയാണ് കേട്ടോ, കല, മഹാരാഷ്ട്ര. പ്യാരേലാൽ ശർമ്മ കലാവിഭാഗമാണ്, മഹാരാഷ്ട്ര. ഇനി ശ്രീ ചന്ദ്രേശ്വർ പ്രസാദ് താക്കൂർ മെഡിസിൻ ആണ് വിഭാഗം. ശ്രീ ചന്ദ്രേശ്വർ പ്രസാദ് താക്കൂർ മെഡിസിൻ ആണ് വിഭാഗം, ബീഹാർ ആണ് കേട്ടോ. ശ്രീമതി ഉഷ ഉദുപ്പ്, അപ്പൊ മലയാളികൾ കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പേരാണ് ഉഷ ഉദുപ്പും ശ്രീ വിജയകാന്തും. ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്ന് ഓർത്തിരുന്നേക്കണം. ശ്രീമതി ഉഷ ഉദുപ്പ് കലാവിഭാഗമാണ്, പശ്ചിമ ബംഗാൾ. ശ്രീ വിജയകാന്ത് കലാവിഭാഗമാണ്, തമിഴ്നാട്. അപ്പൊ വിജയകാന്തിന് മരണാനന്തര ബഹുമതിയായിട്ട് തന്നെയാണ് ലഭിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ ഫാത്തിമ ബീവിക്ക് ലഭിച്ചതുപോലെ മരണാനന്തര ബഹുമതിയായിട്ടാണ് ശ്രീ വിജയകാന്തിന് ലഭിക്കുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് ഈ പത്മ പുരസ്കാരങ്ങളിൽ 9 പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രീ വിജയകാന്തിനെയും ഓർത്തിരിക്കുക, ഫാത്തിമ ബീവി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി അവസാനത്തേത് ശ്രീ കുന്ദൻ വ്യാസ്. ശ്രീ കുന്ദൻ വ്യാസ് സാഹിത്യവും വിദ്യാഭ്യാസവും പത്രപ്രവർത്തനവും എന്ന് പറയുന്ന വിഭാഗമാണ്, മഹാരാഷ്ട്രയാണ് പ്ലേസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 10 പേരെ നമ്മൾ വായിച്ചു. ഇനി ശ്രീ ദത്താത്രേയ് അംബാദാസ് മായലു എന്ന രാജദത്ത് കലാവിഭാഗം. ശ്രീ ടോഗ്ദാൻ റിപ്പോച്ചെ ആത്മീയത, മറ്റുള്ളവ. ശ്രീ പ്യാരേലാൽ ശർമ്മ കല. ശ്രീ ചന്ദ്രേശ്വർ പ്രസാദ് താക്കൂർ മരുന്ന് അല്ലെങ്കിൽ മെഡിസിൻ. ശ്രീമതി ഉഷ ഉദുപ്പ് കല. ശ്രീ വിജയകാന്ത് കല. ശ്രീ കുന്ദൻ വ്യാസ് സാഹിത്യവും വിദ്യാഭ്യാസവും പത്രപ്രവർത്തനവും. ഓക്കെ, അപ്പോൾ ഇവരാണ് 17 പേർ, പത്മഭൂഷൺ ലഭിച്ച 17 പേർ. ഇനി പത്മശ്രീ. പത്മശ്രീ നമുക്ക് എത്ര പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് ഇത്തവണ? 110 പേർക്കാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. 110 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ എത്ര മലയാളികൾ? 6 പേർ മലയാളികളാണ്. 110 പേർക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതിൽ മലയാളികൾ എത്ര പേരാ? 6 പേരാണ് മലയാളികൾ. ഓക്കെ, അപ്പൊ 6 പേർ മലയാളികൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ആദ്യത്തെ വ്യക്തിയാണ് ശ്രീ സത്യനാരായണ ബേലേരി.
കൃഷി എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ലഭിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്നും. ശ്രീ സത്യനാരായണ ബേലേരി കൃഷി വിഭാഗത്തിൽ കേരളത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ വ്യക്തിയാണ് ശ്രീ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്. മരണാനന്തരമായിട്ടാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. കേരളത്തിൽ നിന്ന് ലഭിച്ച ആളാണ് ശ്രീ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്. മരണാനന്തര ബഹുമതിയാണ്. ദെൻ മൂന്നാമത്തെ വ്യക്തിയാണ് ശ്രീ നാരായണൻ ഇ പി. ശ്രീ നാരായണൻ ഇ പി കലാവിഭാഗത്തിലാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 3 പേരായിട്ടുണ്ട്. ഇനി പത്മ പുരസ്കാരം പത്മശ്രീ ലഭിച്ച നാലാമത്തെ വ്യക്തിയാണ് ശ്രീ മുനി നാരായണ പ്രസാദ്. ശ്രീ മുനി നാരായണ പ്രസാദ് സാഹിത്യവും വിദ്യാഭ്യാസവും എന്ന പേരിലാണ് കേട്ടോ, എന്ന വിഭാഗത്തിലാണ് കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ശ്രീ മുനി നാരായണ പ്രസാദ് സാഹിത്യവും വിദ്യാഭ്യാസവും. അപ്പോൾ 4 പേരായിട്ടുണ്ട്. ഇനി 2 പേരും കൂടെ ഉണ്ട് കേരളത്തിൽ നിന്നുള്ളവർ, മലയാളികൾ. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ 5ാമത്തെ ആളാണ് ശ്രീമതി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടി. ശ്രീമതി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടി സാഹിത്യവും വിദ്യാഭ്യാസവും എന്ന മേഖലയിൽ കേരളത്തിൽ നിന്നും ലഭിച്ചു 5ാമതായിട്ട്. 6ാമതായിട്ട് ലഭിച്ചത് ശ്രീ ബാലകൃഷ്ണൻ സദനം പുതിയ വീട്ടിൽ കലാവിഭാഗത്തിലാണ് കേരളത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 6 പേരുടെ പേരുകൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പത്മശ്രീ 2024 ലഭിച്ച 6 മലയാളികൾ ആരൊക്കെയാ? ശ്രീ ബാലകൃഷ്ണൻ സദനം പുതിയ വീട്ടിൽ, ശ്രീമതി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടി, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഒരാളുടെ പേരുണ്ട്. എന്താണ് പേര്? കിടക്കുന്നു, ശ്രീ സത്യനാരായണ ബേലേരി കൃഷി കേരളം. ഓക്കെ, കൃഷിയുടെ വിഭാഗത്തിലാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ടോട്ടലായിട്ട് നമുക്ക് എത്ര പേർക്ക് ലഭിച്ചു? 6 പേർക്ക് ലഭിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? സത്യനാരായണ ബേലേരി, പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്, നാരായണൻ ഇ പി, മുനിനാരായണ പ്രസാദ്, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടി, സദനം ബാലകൃഷ്ണൻ. ഇതാണ് 6 പേര് കേട്ടോ, പത്മശ്രീ ലഭിച്ച 6 പേർ. പത്മഭൂഷൺ ലഭിച്ച 2 പേർ ആരായിരുന്നു? ഫാത്തിമ ബീവിയും ഒ രാജഗോപാലും ആയിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ 6 പേരുടെ പേരുകളും ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ളവർ 6 പേരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 110 പേരുണ്ട് അല്ലേ? ടോട്ടലായിട്ട് 110 പേരുണ്ട്. അതിൽ 6 പേരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 104 പേരോളം ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് പേരും അവരുടെ വിഭാഗവും ഒന്ന് നോക്കി പോകാം. ആദ്യത്തെ ആള് ശ്രീ ഖലീൽ അഹമ്മദ്. ഖലീൽ അഹമ്മദ് കലാവിഭാഗമാണ്, ഉത്തർപ്രദേശാണ് സ്ഥലം. ശ്രീ ഭദ്രപ്പൻ എം കലാവിഭാഗം, തമിഴ്നാടാണ് പ്ലേസ്. കലുറാം ബമനിയ കലയാണ്, മധ്യപ്രദേശ്. റസ്വാന ചൗധരി ബന്യ കലാവിഭാഗമാണ്, ബംഗ്ലാദേശാണ് പ്ലേസ്. ശ്രീമതി നസീം ബാനോ കലാവിഭാഗം, ഉത്തർപ്രദേശ്. ശ്രീ രാംലാൽ ബരേത്ത് കലാവിഭാഗമാണ്, ഛത്തീസ്ഗഡ് ആണ് പ്ലേസ്. ശ്രീമതി ഗീത റോയ് ബർമാൻ കലാവിഭാഗം, പശ്ചിമ ബംഗാളാണ്. ദെൻ ശ്രീമതി പർബതി ബറുവ സാമൂഹിക പ്രവർത്തനമാണ്, അസമാണ് പ്ലേസ്. ശ്രീ സർബേശ്വര ബസുമതരി കൃഷി വിഭാഗം, അസമാണ്. ശ്രീ സോംദത്ത് ഭട്ടു കലാവിഭാഗം, ഹിമാചൽ പ്രദേശ്. ദെൻ ശ്രീമതി തക്ദിര ബീഗം കലാവിഭാഗമാണ്, പശ്ചിമ ബംഗാൾ. ശ്രീ ദ്രോണ ഭൂയാൻ കലാവിഭാഗം, അസമാണ് കേട്ടോ. ശ്രീ ദ്രോണ ഭൂയാൻ കലാവിഭാഗം, അസമാണ്. ശ്രീ അശോക് കുമാർ ബിശ്വാസ് കലയിലാണ് ലഭിച്ചിട്ടുള്ളത്, ബീഹാർ സ്വദേശിയാണ്. ശ്രീ രോഹൻ മജന്ത ബൊപ്പണ്ണ സ്പോർട്സ് വിഭാഗം, കർണാടക. ശ്രീമതി സ്മൃതി രേഖ ചക്മ കലാവിഭാഗമാണ്, ത്രിപുര സ്വദേശിയാണ്. ദെൻ ശ്രീ നാരായൺ ചക്രവർത്തി സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ്, പശ്ചിമ ബംഗാൾ. ശ്രീ എ വേലു ആനന്ദചാരി കലാവിഭാഗം, തെലങ്കാന. ശ്രീറാം ചേത് ചൗധരി സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഉത്തർപ്രദേശ്. കെ ചെല്ലമ്മാൾ മറ്റുള്ളവ കൃഷി, ആൻഡമാൻ നിക്കോബാർ. ദെൻ ശ്രീമതി ജോഷ്ന ചിന്നപ്പ സ്പോർട്സ് വിഭാഗമാണ്, തമിഴ്നാടാണ് പ്ലേസ്. ശ്രീമതി ഷാർലറ്റ് ഷോബിൻ മറ്റുള്ളവ യോഗ വിഭാഗം, ഫ്രാൻസ്. രഘുവീർ ചൗധരി സാഹിത്യവും വിദ്യാഭ്യാസവും, ഗുജറാത്ത്. ശ്രീ ജോ ഡിക്രൂസ് സാഹിത്യവും വിദ്യാഭ്യാസവും, തമിഴ്നാട്. ശ്രീ ഗുലാം നബി ദാർ കലാവിഭാഗം, ജമ്മു ആൻഡ് കാശ്മീർ. ശ്രീ ചിത്തരഞ്ജൻ ദേബർമ മറ്റുള്ളവ ആത്മീയത എന്ന വിഭാഗത്തിലാണ്, ത്രിപുരയാണ് സ്ഥലം.
ശ്രീ ഉദയ് വിശ്വനാഥ് ദേശപാണ്ഡെ സ്പോർട്സ് ആണ് മഹാരാഷ്ട്ര. ശ്രീമതി പ്രേമ ധനരാജ് മെഡിസിൻ ആണ് കർണാടക. ശ്രീ രാധാകൃഷ്ണൻ ധിമാൻ മെഡിസിൻ ആണ് ഉത്തർപ്രദേശ്. ശ്രീ മനോഹർ കൃഷ്ണ ഡോൾ മെഡിസിൻ ആണ് മഹാരാഷ്ട്ര. ശ്രീ പിയറി സിൽവെയിൻ ഫിലിയോസാറ്റ് സാഹിത്യവും വിദ്യാഭ്യാസവും എന്ന വിഭാഗമാണ് ഫ്രാൻസ് ആണ് പ്ലേസ്. ശ്രീ മഹാബീർ സിംഗ് ഗുഡ്ഡു കല ഹരിയാനയാണ് പ്ലേസ്. ശ്രീമതി അനുപമ ഹോസ്കരെ കലാവിഭാഗം കർണാടക. ശ്രീ എസ് ടി മനേക്ഷ ഇറ്റാലിയ മെഡിസിൻ വിഭാഗമാണ് ഗുജറാത്ത്. ശ്രീ രാജാറാം ജെയിൻ സാഹിത്യവും വിദ്യാഭ്യാസവും ഉത്തർപ്രദേശ്. ശ്രീ ജംഗിലാൽ കലാവിഭാഗമാണ് രാജസ്ഥാൻ. ശ്രീ രത്തൻ കഹാർ കലാവിഭാഗം പശ്ചിമ ബംഗാൾ. ശ്രീ യശ്വന്ത് സിംഗ് കാതോജ് സാഹിത്യ വിദ്യാഭ്യാസം ഉത്തരാഖണ്ഡാണ് പ്ലേസ്. ശ്രീ സാഹിർ ഐ കാസി സാഹിത്യം വിദ്യാഭ്യാസം എന്ന വിഭാഗമാണ് മഹാരാഷ്ട്ര. ശ്രീ ഗൗരവ് ഖന്ന സ്പോർട്സ് വിഭാഗം ഉത്തർപ്രദേശ്. ശ്രീ സുരേന്ദ്ര കിഷോർ സാഹിത്യവും വിദ്യാഭ്യാസ പ്രവർത്തനവും ബീഹാർ. ശ്രീ ദാസരി കൊണ്ടപ്പ കല തെലങ്കാന. ശ്രീ ശ്രീധർമകം കൃഷ്ണമൂർത്തി സാഹിത്യവും വിദ്യാഭ്യാസവും കർണാടക. മിസ് യാനുങ് ജമോ ലെഗോ മറ്റുള്ളവ അല്ലെങ്കിൽ കൃഷിയാണ് അരുണാചൽ പ്രദേശാണ് സ്ഥലം. ശ്രീ ജോർദാൻ ലബ്ച കലാവിഭാഗം സിക്കിമാണ് സ്ഥലം. ശ്രീ ജിതേന്ദ്ര സിംഗ് ലോഹ്യ സ്പോർട്സ് ആണ് വിഭാഗം മധ്യപ്രദേശ്. ശ്രീ വിനോദ മഹാറാണ കലാവിഭാഗമാണ് ഒഡീഷ. ശ്രീമതി പൂർണിമ മഹതോ സ്പോർട്സ് വിഭാഗമാണ് ജാർഖണ്ഡ്. ശ്രീമതി ഉമാ മഹേശ്വരി ഡി കലാവിഭാഗം ആന്ധ്രാപ്രദേശ്. ശ്രീ ദുഖു മാജി സാമൂഹിക പ്രവർത്തനം പശ്ചിമ ബംഗാൾ. ശ്രീ രാംകുമാർ മല്ലിക് കല ബീഹാർ. ശ്രീ ഹേംചന്ദ് മാഞ്ചി മെഡിസിൻ ആണ് ഛത്തീസ്ഗഡ്. ശ്രീ ചന്ദ്രശേഖർ മഹാദേവ റാവു മേശ്രാം മെഡിസിൻ ആണ് മഹാരാഷ്ട്ര. ശ്രീ സുരേന്ദ്ര മോഹൻ മിശ്ര മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത് കലാവിഭാഗം ഉത്തർപ്രദേശ്. ശ്രീ അലി മുഹമ്മദ് ആൻഡ് ഗാനി മുഹമ്മദ് കലാവിഭാഗം രാജസ്ഥാനാണ്. ശ്രീമതി കൽപ്പന മോർപ്പാരിയ വ്യാപാരവും വ്യവസായവും എന്ന ഭാഗത്താണ് മഹാരാഷ്ട്ര. ശ്രീമതി ചാമി മുർമു സാമൂഹിക പ്രവർത്തനം ജാർഖണ്ഡ്. ശ്രീ ശശീന്ദ്രൻ മുത്തുവേൽ പൊതുകാര്യങ്ങൾ പാപ്പുവ ന്യൂഗിനിയാണ്. ശ്രീമതി ജി നാച്ചിയാർ മെഡിസിൻ വിഭാഗമാണ് തമിഴ്നാട്. ശ്രീമതി കിരൺ നാടാർ കലാവിഭാഗം ഡൽഹി. പിന്നെ നമ്മൾ പറഞ്ഞ മലയാളികളുടെ പേരാണ്. മലയാളികളാണ് നിങ്ങൾ ഇവിടെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. ശ്രീ ശൈലേഷ് നായക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡൽഹി. ദെൻ 64 ശ്രീ ഹരീഷ് നായക് സാഹിത്യവും വിദ്യാഭ്യാസവും ഗുജറാത്താണ്. ശ്രീ ഫ്രെഡ് നെഗ്രിറ്റ് സാഹിത്യവും വിദ്യാഭ്യാസവും ഫ്രാൻസ്. ശ്രീ ഹരിയോം സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് ഹരിയാന സ്വദേശിയാണ്. ശ്രീ ഭഗവത് പഥാൻ കലയാണ് ഒഡീഷ സ്വദേശി. ശ്രീ സനാതൻ രുദ്രപാൽ കലയാണ് പശ്ചിമ ബംഗാൾ. ശ്രീ ശങ്കർ ബാബ പണ്ഡ്ലി ക്രാവു പവാൽക്കർ സാമൂഹിക പ്രവർത്തനം മഹാരാഷ്ട്ര. ശ്രീ രാധേശ്യാം പരീഖ് മെഡിസിൻ ഉത്തർപ്രദേശ്. ശ്രീ ദയാൽ മാവ്ജിഭായ് പാർമർ മെഡിസിൻ ആണ് ഗുജറാത്ത്. ദെൻ ശ്രീ വിനോദ് കുമാർ പസായത്ത് കലാവിഭാഗം ഒഡീഷ. ശ്രീമതി സിൽബി പാസ കലാവിഭാഗം മേഘാലയ. ശ്രീമതി ശാന്തി ദേവി പാസ്വാനും ശ്രീ ശിവൻ പാസ്വാനും കല ബീഹാർ. ശ്രീ സഞ്ജയ് അനന്ത് പാട്ടീൽ മറ്റുള്ളവ കൃഷി എന്നുള്ള വിഭാഗമാണ് ഗോവയിൽ നിന്നുള്ള ആളാണ്. ശ്രീ കെ എസ് രാജണ്ണ സാമൂഹിക പ്രവർത്തനം കർണാടക. ശ്രീ ചന്ദ്രശേഖർ ചന്നപട്ടണ രാജണ്ണാചാർ മെഡിസിൻ കർണാടക. ശ്രീ ഭഗവതി ലാൽ രാജ് പുരോഹിത് സാഹിത്യവും വിദ്യാഭ്യാസവും മധ്യപ്രദേശ്. ശ്രീ റൊമോലോ റാം കല ജമ്മു കാശ്മീർ. ശ്രീ നവജീവൻ രസ്തോഗി സാഹിത്യവും വിദ്യാഭ്യാസവും ഉത്തർപ്രദേശ്. ശ്രീമതി നിർമ്മൽ ജോഷി കലയാണ് പഞ്ചാബ്. ശ്രീ പ്രൺ സബർവാൾ കല പഞ്ചാബ്. ശ്രീ ഗദ്ദം സമ്മയ്യ കലാവിഭാഗമാണ് തെലങ്കാന. ശ്രീ സംഗതങ്കിമ സാമൂഹിക പ്രവർത്തനം മിസോറാം. ശ്രീ മജിഹൻ സാസ കല മണിപ്പൂർ. ശ്രീ ഓം പ്രകാശ് ശർമ്മ കല മധ്യപ്രദേശ്. ഏകലവ്യ ശർമ്മ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പശ്ചിമ ബംഗാൾ. ശ്രീ രാംചന്ദർ സിഹാഗ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഹരിയാന. ശ്രീ ഹർബീന്ദർ സിംഗ് സ്പോർട്സ് ഡൽഹി. ശ്രീ ഗുർവീന്ദർ സിംഗ് സാമൂഹിക പ്രവർത്തനം ഹരിയാന. ശ്രീ ഗോദാവരി സിംഗ് കലാവിഭാഗം ഉത്തർപ്രദേശ്. ശ്രീ രവിപ്രകാശ് സിംഗ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മെക്സിക്കോ. ശ്രീ ശേഷഭട്ടി ഡി ശിവലിംഗം കല തമിഴ്നാട്. ശ്രീ സോമണ്ണ സാമൂഹിക പ്രവർത്തനം കർണാടക.
ശ്രീ കേദാവത്ത് സോമലാൽ സാഹിത്യവും വിദ്യാഭ്യാസവും തെലങ്കാന. ശ്രീമതി ശശി സോണി വ്യാപാരവും വ്യവസായവും കർണാടക. ശ്രീമതി ഊർമിള ശ്രീവാസ്തവ കലാവിഭാഗമാണ് ഉത്തർപ്രദേശ്. ശ്രീ നേപ്പാൾ ചന്ദ്ര സൂത്രധാർ കലാവിഭാഗം പശ്ചിമ ബംഗാൾ. ശ്രീ ഗോപിനാഥ് സ്വീൻ കലാവിഭാഗം ഒഡീഷ. ശ്രീ ലക്ഷ്മൺ ഭട്ട തൈലാങ്ക കലാവിഭാഗം രാജസ്ഥാൻ. ശ്രീമതി മായ ഡണ്ടൻ സാമൂഹിക പ്രവർത്തനം രാജസ്ഥാൻ. ദെൻ ശ്രീ ജഗദീഷ് ലബ്ശങ്കർ ത്രിവേദി കല ഗുജറാത്ത്. ദെൻ നമ്മൾ പറഞ്ഞ മലയാളികളാണ് ഇവിടെ വരുന്നത്. ശ്രീമതി സാനോ വാമുസോ സാമൂഹിക പ്രവർത്തനം നാഗാലാൻഡ്. ശ്രീ കുരേള വിത്തലാചാര്യ സാഹിത്യവും വിദ്യാഭ്യാസവും തെലങ്കാന. ശ്രീ കിരൺ വ്യാസ് മറ്റുള്ളവ യോഗ ഫ്രാൻസ് ആണ്. ശ്രീ ജഗേശ്വർ യാദവ് സാമൂഹിക പ്രവർത്തനം ഛത്തീസ്ഗഡ്. ശ്രീ ബാബുറാം യാദവ് കല ഉത്തർപ്രദേശ്. ഇത്രയുമാണ് ഈ പറയുന്ന 110 പേർ, പത്മശ്രീ ലഭിച്ച 110 പേർ. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്മശ്രീ ലഭിച്ച മലയാളികളാണ്. അതുപോലെ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ, പത്മവിഭൂഷൺ ലഭിച്ച 5 പേരുടെ പേരുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമുക്കിതുപോലെ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്